നമസ്തേ. ഗോർഡൻ ഹണ്ടൻ എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് നമ്മളും കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി ഈ സൗണ്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ. ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ ശബ്ദം നഷ്ടമാകുകയോ ഡെഫാവുകയോ ഒക്കെ ചെയ്തു. അപ്പോഴാണ് ഈ സ്വാഭാവിക ശബ്ദങ്ങളിലേക്ക് ഇയാളുടെ ശ്രദ്ധ പതിയുന്നത്. 1 സ്ക്വയർ ഇഞ്ച് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഈ മനുഷ്യൻ പിന്നീട് രൂപപ്പെടുത്തുന്നുണ്ട്. സൗണ്ട് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ് അത് പിന്നീട് ഡോക്യുമെൻ്ററി ആയിട്ട് വന്നു. ഒരിത്തിരി ഇടം നിശബ്ദതയ്ക്ക് വേണ്ടി അത് മാർക്ക് ചെയ്യാനായിട്ട് ഒരു അടയാളക്കല്ല് വെച്ചു. പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഇതിന് മീതെ പറന്നു പോകേണ്ടി വരുന്ന വിമാനങ്ങൾ പോലും അതിനെ റീറൂട്ട് ചെയ്യുന്ന പറയുന്നത് ഈ നിശബ്ദത അംഗീകരിക്കാനായിട്ട്. ഞാൻ വിചാരിക്കുന്നു അരവിന്ദൻ്റെ ചലച്ചിത്രങ്ങൾ ഇങ്ങനെ പൊതുവെ എടുക്കുമ്പോൾ അനുഷ്ഠിക്കുന്ന ധർമ്മം അതാണ്. 1 സ്ക്വയർ ഇഞ്ച് ഓഫ് സൈലൻസ്. അപ്പുറവും ഇപ്പുറവും ഒക്കെ എല്ലാം ലൗഡായിരുന്നു. നിശബ്ദചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കഥയില്ല. നിശബ്ദത ഇങ്ങനെ ആന്തരികതയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം തളർത്തുന്ന ഒന്നാണ്. അത്രയും ലൗഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ സൈലൻസിൻ്റെ ഒരു തമ്പുണ്ടാക്കി, നിശബ്ദതയുടെ ഒരു ഹബ്ബുണ്ടാക്കി. അതെല്ലാ കാലങ്ങളിലും മനുഷ്യന് സമാധാനം തരും. കുംഭമേളയുടെ അവസാന ദിനങ്ങളിൽ ഇങ്ങനെ പ്രയാഗി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ആൾക്കൂട്ടവും വൈവിധ്യമൊക്കെ ഉള്ള ഇടമാണ്. അതതിൻ്റെ ഒറ്റക്കാഴ്ചയിൽ അതിൻ്റെ ഒരു പോളിഫോണി കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തും. പക്ഷെ മടങ്ങി വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയാകുന്നു. ഇതൊന്നും ഓർക്കണില്ല. അകപ്പാടെ ഓർക്കുന്നത് ഈ ഗംഗയുടെ തീരത്തിരുന്നത് മാത്രമാണ്. എല്ലാത്തിൻ്റെയും കഥ അങ്ങനെയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഓർത്തെടുക്കുന്ന എന്തായിരിക്കും? നേരത്തെ പിടുത്തം കിട്ടിയ ചില മനുഷ്യരിൽ നിശ്ചയമായിട്ടും മലയാളത്തിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തേണ്ട പേരാണ് അരവിന്ദൻ. തിരയെന്നൊരു വാക്ക് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് പേര് വന്നെന്ന് പിടുത്തം കിട്ടുന്നില്ല. വാസ്തവത്തിൽ ഈ ഒരു തിരം മാത്രം, ഈ ഒരു ശാന്തമായ തിരം മാത്രമായിരിക്കും നമ്മളെ സഹായിക്കാൻ പോകുന്നത്, നമ്മളെ ശുദ്ധരാക്കാൻ പോകുന്നത്. ആ അഗാധ മൗനത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ തൻ്റെ സിനിമകളൊക്കെ രൂപപ്പെടുത്തുന്നത് ഞാൻ വിചാരിക്കുന്നു. സമാന്തര സിനിമയും ഈ വ്യാപാര സിനിമ എന്നൊക്കെ നമ്മളിങ്ങനെ രണ്ടായിട്ട് പറയുന്ന കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ വിചാരിക്കുന്ന ആ വാക്ക് തന്നെയാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ശബ്ദമുഖരിതമാണ്. ആ ശബ്ദമില്ലാതെ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ഈ 1 സ്ക്വയർ ഇഞ്ച് ഓഫ് സൈലൻസിലൊക്കെ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഈ ഫ്രിഡ്ജിൻ്റെ ശബ്ദം പോലും നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കും, അതിൻ്റെ മുരൾച്ച പോലും, ഫാനിൻ്റെ ശബ്ദം പോലും ബുദ്ധിമുട്ടിലാക്കും. അപ്പം മനുഷ്യൻ നിർമ്മിക്കുന്ന ശബ്ദങ്ങൾ ഏറ്റവും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ കേൾക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഇൻഡസ്ട്രി.